വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ന്യൂറിയ. പിന്നെന്തായിരുന്നു? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ റെഡ്. ഐ എം ന്യൂറിയ. ഞാൻ ചിലപ്പോൾ നാളെ നൈസിൽ വ്ളോഗിങ് ഒക്കെ ചെയ്യും. നമ്മൾ 1 മണിക്കൂറോളം ട്രാഫിക്കിൽ പെട്ടു. നൗ നമ്മൾ ഏതൊക്കെയോ വഴിയെടുത്ത് നമ്മൾ ഇവിടെ എത്തി. സോ എന്താ പറയാ, വ്ളോഗ് ചെയ്തിട്ടുള്ള ശീലമൊക്കെ പോയി. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞവന് I decided to restart my ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ലൈക്ക് പണ്ട് എൻ്റെ ഇൻറ്റൻഷൻ വേറെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അതല്ല. ഐ വോണ്ട് ടു കീപ് മൈ മെമ്മറീസ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കണ്ടുവെക്കുകയാണ്. ലൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ നമ്മൾ ബാംഗ്ലൂർ വന്നു. അവിടുത്തെ നമ്മൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യും എന്നുള്ളതെല്ലാം നല്ല രീതിയിൽ വീഡിയോസാക്കി അതൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് സേഫായിട്ടുള്ള സ്ഥലത്ത് ഒരു എടുത്തു വെക്കുന്ന പോലെ. അതൊരിക്കലും നശിക്കില്ല, എത്ര കാലം കഴിഞ്ഞാലും അത് നശിച്ചു പോവില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു യൂട്യൂബാണ്, ഞാൻ വിചാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീഡിയോസാക്കി എഡിറ്റ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റിങ് പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു യൂട്യൂബിൽ. സെറ്റ് അவ்வளோதான். ഇനി നമുക്ക് ഓരോ ദിവസത്തെയും ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി. ഞങ്ങൾ ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ എല്ലാം വന്നിട്ടുണ്ട്. ബൈ റോഡ് ആദ്യമായിട്ടാണ്. സോ എത്ര ദിവസമേ 10-12 മണിക്കൂർ യാത്ര ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു, ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇക്കമാർ രണ്ടുപേരും മാറി മാറി ഓട്ടിച്ചു. അവർക്കുണ്ടായിരുന്നു, നമുക്ക് ടയേർഡ്നെസ്. അങ്ങനെ പോതാ ഇതിപ്പോൾ ഒരു റൂം, ഒരു വീട് പോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഇൻട്രോ. ഞാൻ പണ്ട് ചെയ്യുന്ന പോലെ വ്ളോഗിങ് അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഞാൻ പോണ സ്ഥലങ്ങളിലൊക്കെ എനിക്കെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയുന്നില്ല. ബട്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്ത് എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ പണ്ട് ഞാൻ ചെയ്ത എൻ്റെ ഓരോരോ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ട്. അതുപോലെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു എന്നൊക്കെ ഉള്ളത് ഒരു മെമ്മറബിളായി എടുത്ത് വെക്കാൻ കണ്ട ഒരു സേഫ് പ്ലേസ് എനിക്ക് തോന്നുന്നു യൂട്യൂബായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ അവിടെ അല്ലോ നേരം? ഓക്കെ. സോ എനിക്ക് വേണ്ടി തന്നെ എടുത്ത് വെക്കുന്നതാണ്. അതായത് എൻ്റെ ഫ്യൂച്ചറിലെ ന്യൂറിയ, ഇപ്പോഴത്തെ ന്യൂറിയ ഫ്യൂച്ചറിലെ ന്യൂറിയക്കൊക്കെ വേണ്ടി എടുത്ത് വെക്കാൻ ഒന്നുമില്ല. Great fellows. Okay guys, let's go. Bye. ഇത് ബാൽക്കണീസ്, 2 ബാൽക്കണി. സ്ഥലം വളരെ കാം. ഇപ്പല്ല, ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരല്ലേ ഒരു 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞാലും തിരക്കൊക്കെ ഉണ്ടാവും. ബട്ട് എല്ലാവരും ഭയങ്കര ക്വയറ്റ്. ഇതിങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. എല്ലാവരും ടൂറിസ്റ്റ്, ഇവിടെ തന്നെ താമസിക്കുന്നു ആൾക്കാർ. House. It's
ഇറ്റ്സ് എ ഹൗസ്. ഇത് വേറൊരു ബാൽക്കണി. പണ്ടത്തെ പോലെ ഞാൻ എന്ത് കഴിച്ചു, എന്ത് എപ്പോൾ ഉറങ്ങും അങ്ങനെയുള്ള രീതിയിലൊന്നും വേണ്ടില്ല. പണ്ട് പണ്ട് നമുക്ക് ക്രിഞ്ച് ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കണമെന്ന് തോന്നുന്നു പണ്ടത്തെയൊക്കെ വീഡിയോസ് കാണുന്നു. എല്ലാം കാണുന്നുണ്ട് അല്ലേ. അവളു ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ എവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളതൊക്കെ കാണിക്കാം. എനിക്കെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഐ ജസ്റ്റ് വുഡ് എക്സ്പ്ലോർ. സോ ഗൈസ് പറഞ്ഞില്ലേ ഞാനങ്ങനെ എല്ലാം എടുക്കില്ല. പക്ഷെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെ എടുക്കുക? സ്ഥലത്തിൻ്റെ പേര് നേരെ പറ. ലാൽബാഗ്. നടക്കുക മതിയാവുമ്പോൾ അത്ര ഉള്ളൂ. ഇങ്ങനെ നടക്കുക, ഇരിക്കുക തന്നെ. ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാടി മറിഞ്ഞ് പൊളിച്ചൊക്കെ കളിക്കാം. ഗ്രേറ്റ് ഗൈസ്. കൂട്ടാണ്ട് നടക്കുന്നതാണ്. നമ്മളിങ്ങനെ തെണ്ടി നമ്മൾ ഒറ്റയ്ക്ക് വൈബടിച്ച് വരണം. വീഡിയോ എടുക്കുക. എങ്ങനെ നടക്കാതെ വീഡിയോ എടുക്കുക. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു ലൈക്ക്. നടന്ന് ഇല്ലാണ്ടാകും. പിന്നെ ഒരു കാര്യം, ഇവിടെ നടക്കാൻ വരുന്ന ആരും ഹീൽസ് ഇടരുത്. ഓക്കെ, ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഒന്ന് നിർത്തി. നമ്മളിങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം വീട്ടിൽ പോയിട്ട് എക്സ്പീരിയൻസ് പറയാം. ഓക്കെ.